ഹലോ, അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് കുറുമയാണ്. അതിനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അതിനുശേഷം നമുക്ക് അതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നീട് അണ്ടിപ്പരിപ്പ്, 3 പച്ചമുളക് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുക്കറിൽ വേവിച്ചെടുത്ത കഷ്ണങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അമ്മാസ് വ്ലോഗ് കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ലൈക്ക് സപ്പോർട്ടും തരണേ. പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിലിട്ട് കൊടുക്കേണ്ടതാണ്, വിട്ടുപോയതാണ്. പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത ചെറിയ സോയാബീൻ ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത അരപ്പ് തയ്യാറാക്കിയത് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് അരച്ച കറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെയും ആപ്പത്തിൻ്റെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കുറുമയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പിന്നീട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുകൂടി ഇളക്കിയെടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി തയ്യാറായി. ഞാനിന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് കുറുമ തയ്യാറാക്കിയത്. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.